വെൽക്കം ടു റൈറ്റ് ആംഗിൾ. ഞാൻ ശ്യാം പ്രകാശ്. മറ്റുള്ളവരുടെ രാജ്യസ്നേഹം അളക്കാനും അവരെ രാജ്യദ്രോഹികളാക്കാനും നടക്കുന്ന RSSകാർ ഇന്ത്യ രാജ്യത്തെ സ്വതന്ത്രയാക്കുന്നതിന് വേണ്ടിയും ഈ രാജ്യം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയും അവർ എന്തൊക്കെ സംഭാവനകൾ നൽകി നമുക്കൊന്ന് പരിശോധിക്കാം. 1925 രൂപം കൊണ്ട RSS എന്ന സംഘടന, അതായത് ഇന്ത്യ രാജ്യം സ്വാതന്ത്ര്യ സമരത്തിന്റെ തീച്ചൂളയിൽ വെന്തുരുകുന്ന കാലഘട്ടം. എന്തായിരുന്നു RSSന് സ്വാതന്ത്ര്യ സമരത്തോടുള്ള നിലപാട്? അവർ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ചിരുന്നോ? സ്വാതന്ത്ര്യ സമരത്തിൽ ഭാഗമായിരുന്നോ? ഇല്ല എന്നതാണ് ഉത്തരം. 1930 ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടക്കുന്ന കാലയളവിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുവാൻ താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് എഡ്ഗവറെ സമീപിച്ച യുവ വക്കീലന്മാരായിട്ടുള്ള സംഘപ്രവർത്തകർ അവർ എഡ്ഗവറോട് പറഞ്ഞു, പ്രക്ഷോഭം ശക്തമാക്കിയാൽ ഇത്തവണ സ്വാതന്ത്ര്യം ലഭിക്കും എന്ന് തന്നെയാണ് തോന്നുന്നത്. നമ്മൾക്ക് എന്തായാലും സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം. പക്ഷേ അവരോട് എഡ്ഗവർ പറഞ്ഞ മറുപടി എന്തായിരുന്നു? സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടാൽ എത്ര കാലം ജയിലിൽ കഴിയേണ്ടി വരുമെന്നോ എത്ര തുക പിഴ ഒടുക്കേണ്ടി വരുമെന്നോ ഒന്നും പറയാൻ പറ്റില്ല. ജയിലിൽ കിടക്കുന്ന കാലയളവിൽ നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങളെക്കുറിച്ച് ഓർമ്മ വരും, വീട്ടിലെ ബുദ്ധിമുട്ടുകളെക്കുറിച്ച് ഓർമ്മ വരും. അപ്പോൾ മാപ്പഴി നൽകാനുള്ള പ്രവണത നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവും. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി. അപ്പോൾ ആ യുവാക്കളിൽ ഒരാൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഉവ്, ഞങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. 2 വർഷത്തേക്ക് വീട്ടിലെ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കാൻ വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് ഇറങ്ങി തിരിച്ചിട്ടുള്ളത്. അപ്പോൾ എഡ്ഗവർ അവരോട് പറഞ്ഞ കാര്യം, അതായത് നിങ്ങൾക്ക് 2 വർഷത്തേക്ക് വീട്ടിൽ പോവേണ്ട കാര്യമില്ല. എങ്കിൽ പിന്നെ നിങ്ങൾ സത്യാഗ്രഹത്തിൻ്റെ കാര്യം മറന്നേക്കൂ. നിങ്ങൾ സംഘത്തിന് ശക്തി പകരാൻ വേണ്ടി, സംഘത്തിൻ്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ പ്രചാരകരായി നിങ്ങൾ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകൂ എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അതായത് സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള സംഘപ്രവർത്തകരെ പോലും പിന്തിരിപ്പിച്ച നിലപാടായിരുന്നു എഡ്ഗവർ എന്ന RSSന്റെ സ്ഥാപക നേതാവും 1ാം സർസംഘചാലകുമായിട്ടുള്ള അദ്ദേഹത്തിന്റെ നിലപാട്. ഭാരതീയ വിചാർ കേന്ദ്ര പുറത്തിറക്കിയിട്ടുള്ള ഗുരുജി സമഗ്ര ദർശൻ എന്ന ഹിന്ദി പുസ്തകത്തിലാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുള്ളത്. ഈ ബുക്കിന്റെ മലയാളം പരിഭാഷയും ലഭ്യമാണ്. കുരുക്ഷേത്ര പ്രകാശൻ പുറത്തിറക്കിയിട്ടുള്ള ഗുരുജി സാഹിത്യ സർവസ്വം എന്ന പുസ്തകത്തിലും ഈ കാര്യം നിങ്ങൾക്ക് വായിച്ചെടുക്കാം. സ്വാതന്ത്ര്യ സമരകാലത്തെ RSSന്റെ മറ്റ് രാജ്യവിരുദ്ധ നിലപാടുകൾ എന്തൊക്കെയായിരുന്നു എന്ന് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം. നമസ്കാരം.